ജോലിക്കാരായ ഒരുപാട് മാതാപിതാക്കൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സ്കൂൾ സമയത്തിന് ശേഷം കുട്ടികളെ ആര് വിളിക്കും, എവിടെ അവരെ സുരക്ഷിതമായി ഇരുത്തും, എന്ത് കഴിക്കാൻ കൊടുക്കും, ഇതൊക്കെ. എന്നാൽ കുട്ടികളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ച് മനസമാധാനത്തോടെ ഇരിക്കാൻ ഇപ്പോൾ ചില മാർഗങ്ങൾ ചിലയിടത്തെങ്കിലും ഒരുങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ സ്കൂൾ സമയത്തിന് ശേഷം പരിപാലിക്കുകയാണ് ബ്ലൂമിംഗ് ഡെയിൽ എന്ന സ്ഥാപനം. കഴിഞ്ഞ 17 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന VS കുമാരിയാണ് ബ്ലൂമിംഗ് ഡെയിലിന്റെ സ്ഥാപക. ഇന്ന് അതിഥിയായി ചേരുന്നത് ശ്രീമതി കുമാരിയാണ്. സ്വാഗതം ന്യൂസ് 3യിലേക്ക്. താങ്ക് യു. ഒപ്പം അഭിനന്ദനങ്ങൾ. ഇത്തരത്തിൽ മാതാപിതാക്കളുടെ ഒരു വിശ്വാസം നേടിയെടുക്കുക, ഇത്രയും വർഷം ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരുപാട് പരാതികൾ വരാവുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നത്? ആക്ച്വലി എനിക്കൊരു മോനാണ്. അപ്പോൾ മോനൊരു 8 ഇയേഴ്സ് വരെ ഞാനും വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ മോനെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ആ സമയത്ത് ജോലി ഞാൻ വേണ്ട വെച്ചിട്ട് വീട്ടിലിരുന്ന സമയത്ത് മോൻ്റെ ഫ്രണ്ട്സിനെ ഇടയ്ക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇവരെ നോക്കുന്ന സമയത്ത് അതൊരു ഡേ കെയർ എന്നുള്ളതിനുപരി കുട്ടികളോടൊപ്പം ഇരുന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്കും ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. കുട്ടികളും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു അബാക്കസ് SIP അബാക്കസിൻ്റെ ഫ്രാഞ്ചൈസി ആയിട്ടാണ്. ഗ്രാജുവലി ഞാൻ ഈ ഒരു ആഫ്റ്റർ സ്കൂൾ എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നു. 2008 ഞാനിത് തുടങ്ങുമ്പോൾ ട്യൂഷൻ എന്നുള്ളൊരു രീതിയാണ് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ എനിക്കൊരു ട്യൂഷൻ എന്നുള്ള കൺസെപ്റ്റിനേക്കാളും ഇപ്പോൾ സപ്പോസ് ഇപ്പം മഴ സമയത്ത് സ്കൂള് ഹോളിഡേ പറയുകയാണ്, അപ്പോൾ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ അത്രയും നേരം കുട്ടികളെ നോക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ഒരു ഫുൾ ടൈം നമുക്കൊരു കെയർ കൊടുക്കുക. പ്ലസ് ഫുൾ ടൈം പഠിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അപ്പോൾ അവർക്കൊരു വീട്ടിൽ അവരെങ്ങനെ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും ടൈം, കുറച്ച് നേരം കളിക്കുക, കുറച്ച് സോഷ്യലൈസേഷൻ ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് വേണം എന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 3 കുട്ടികളെ വെച്ച് തുടങ്ങിയ സംരംഭമാണ്. ഇന്ന് എനിക്ക് കോവിഡ് കഴിഞ്ഞിട്ടും ഓൾമോസ്റ്റ് 50 കുട്ടികളുണ്ട്. 3 സ്ഥലത്ത് ഞങ്ങളുടെ ആഫ്റ്റർ സ്കൂൾ കെയർ കൊടുക്കുന്നുണ്ട്. ഒന്ന് പാങ്ങപ്പാറയിലും, പിന്നെ ഒരെണ്ണം ലിറ്റിൽ റിപ്പബ്ലിക് സ്കൂൾ വെള്ളയമ്പലത്തിലും, ദെൻ കല്യാൺ സ്കൂളിൻ്റെ തന്നെ റൈസ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞിട്ട് കിള്ളിപ്പാലത്തും അവിടെയും ഞങ്ങൾ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. 3 മണി തൊട്ട് 7 മണി വരെയാണ് ഞങ്ങളുടെ വർക്കിംഗ് ഡേ. ഇപ്പോൾ കുട്ടികൾ യൂഷ്വലി സ്കൂളിൽ നിന്ന് നേരിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരും. ഇവിടെ ഞങ്ങൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കും. അതായത് നമുക്ക് കുട്ടിക്കാലത്ത് അറിയാം, സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ ചെറിയൊരു സ്നാക്ക് കൊടുക്കുന്നത്, പിന്നെ അവർ നല്ല ആ സമയത്ത് കഴിക്കാനും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. മാത്രമല്ല എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സമയത്ത് അവർ നന്നായി കഴിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ടിഫനായിട്ട് ഇപ്പോൾ ഇഡ്ഡലി, ദോശ, നമ്മുടെ ക്ലൈമറ്റിന് ചേരുന്ന രീതിയിലുള്ള സാധാരണ നോർമൽ ഹോം മെയ്ഡ് ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് പാലും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് ഡെയിലി ഞങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ അക്കാഡമിക് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഡെയിലി ഉള്ള പോർഷൻസ് ആണ് റിവൈസ് ചെയ്യിപ്പിക്കുന്നത്. അത് അവരോട് തന്നെ ചോദിക്കും, ഇന്ന് സ്കൂളിൽ എന്താ പഠിപ്പിച്ചതെന്ന്. കാരണം സ്കൂളിൽ എന്തായാലും ഒരു പ്രൊഫഷണൽ ടീച്ചിങ് ഉണ്ട് ഫോർമൽ സ്കൂളിൽ. അപ്പം നമ്മളൊരു പുതിയ സിസ്റ്റത്തിൽ പഠിപ്പിച്ചാൽ ഡെഫിനറ്റായിട്ട് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവും. ഇതെനിക്ക് എൻ്റെ മോൻ പഠിച്ച സ്കൂളിൽ നിന്ന് കിട്ടിയൊരു മെസ്സേജാണ്. അപ്പം എന്താണ് കുട്ടികൾ സ്കൂളിൽ പഠിപ്പിച്ചതെന്ന്. വേറൊരു കാര്യം, അവർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പം അതിന് ഞങ്ങൾ എക്യുപ്ഡ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പിണക്കമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പം ഇപ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ടൈമില്ല. അപ്പോൾ പേരൻസിന് ലിസൺ ചെയ്യാൻ ആ സമയത്ത് കഴിഞ്ഞില്ലെങ്കിലും ആ കുട്ടിയുടെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് കേൾക്കാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമായിട്ട് പറയുന്നു. ഒന്നും വേണ്ട, അവരെ ഒന്ന് ഹഗ് ചെയ്താൽ മതി, അവരന്നത്തെ പ്രശ്നങ്ങളെല്ലാം മറക്കും. ഇപ്പം എൻ്റെ അടുത്ത് ഞങ്ങളുടെ അവിടെ 1 വയസ്സിൽ വന്നിട്ട് ഒരു മോള് നിഹാരിക എന്ന് പറഞ്ഞിട്ട്, മോളിപ്പോൾ ഓൾമോസ്റ്റ് 7ാം ക്ലാസ്സായി. പിന്നെ ഒരാള് UKG. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ഒരു ഫാമിലി പോലെയാണ്. സെക്കൻഡ് ഹോം എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ, ഹോം എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം. ഒപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ നമ്മൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും വീട്ടിലെത്തിയതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളെ സ്ഥിരം കാണുന്നവരായതുകൊണ്ട് അങ്ങനെ അത്രയും അറ്റാച്ച്മെന്റ് നിങ്ങളുമായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും വർഷം അവിടെ നിൽക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുട്ടി തന്നെ ആയിട്ട് മാറുകയാണ്. അതെ. എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെ? LKG തൊട്ട് pre-KG തൊട്ട് നമ്മൾ എടുക്കും. pre-KG തൊട്ട് 9th വരെ. അത് എക്സ്പെഷ്യലി 9th ഗേൾസിനെയാണ് പേരൻസ് കൂടുതലും വിടുന്നത്.
അപ്പം അതിനകത്ത് വരുന്ന ഒരു വലിയ കാര്യം ഞങ്ങളോടുള്ള ഒരു ട്രസ്റ്റും പിന്നെ സേഫ്റ്റി. വീട്ടിലൊറ്റയ്ക്ക് ഇരുത്തണ്ട. പിന്നെ ഒരു മെയ്ഡിൻ്റെ അടുത്ത് വിടുന്നതിനേക്കാൾ ഇപ്പം ഒരു സിസ്റ്റം ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ റെഗുലറായിട്ട് ഒരു കുട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടാവില്ല, ഷഫിൾ ചെയ്തിടും. അപ്പോൾ ഇവർ ഈ എക്സാം ഹാളിൽ പോകുന്നത് പോലെ ഡെയിലി വന്ന് നോക്കും. ഇവർക്കൊരു സെപ്പറേറ്റ് ഫയലുണ്ട്, ഇവരുടെ ബുക്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ ഫയലിൽ എവിടെ വെച്ചിരിക്കും നോക്കുക. അതിൻ്റെ മെയിൻ റീസൺ ഈ കുട്ടികൾക്ക് പല കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരേ ഏജ് ഗ്രൂപ്പ് മാത്രമല്ല, പല ക്ലാസ്സിലെ കുട്ടികളുമായിട്ടാണ് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തന്നെ എന്താ പറയുക, ഇവരുടെ സിബ്ലിങ്സിനെ പോലെയാണ് അടുത്ത കുട്ടികളെ കാണുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം വെച്ചാൽ എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്നതും അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ഇപ്പം ഒരു ഇച്ചിരി ഡള്ളായിരുന്നാൽ അവർക്ക് അത് ചോദിക്കുക, എന്തു പറ്റി മാം ഇന്ന് പൊട്ടെന്താ ഇങ്ങനെ വയ്ക്കാത്തത്, അങ്ങനെ സംസാരിക്കാനുള്ളൊരു. എനിക്ക് തോന്നുന്നു അതാണ് ഈ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഒന്നുകിൽ ട്യൂഷൻ സെന്റർ അല്ലെങ്കിൽ ഡേ കെയർ, ഇത് രണ്ടുമല്ലാതെ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല, അല്ലെങ്കിൽ സ്കൂളിൽ അത് പഠിപ്പിക്കാൻ അവർക്ക് സമയം കിട്ടില്ല. ആ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ. എങ്ങനെ ബിഹേവ് ചെയ്യണം, വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ? അതെ, അതെല്ലാം. എന്താണ് ബാഗ്, ബാഗ് അവർ വലിച്ചിടില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 3 to 6 hours അവരെ ശരിക്കും പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു TV കണ്ടോ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്തോ പോകുന്ന സമയത്തിനേക്കാളും നന്നായിട്ട് അവർക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ചില ദിവസം ഇവർ പറയും പതുക്കെ വിട്ടാൽ മതി പറയും. പഠിക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്സോ അങ്ങനത്തെ ചെയ്യും. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് നമുക്കത് ഇവരുടെ ഒരു ലേണിംഗ് ഗ്യാപ്പ് ഈ വർഷമാണ് കുറച്ച് അക്കാഡമിക്കലി ഫില്ലായി വരുന്നത്. കുറച്ചുകൂടി സപ്പോർട്ട് നമുക്ക് വേണ്ടി വന്നു ആ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ. ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടെ ഇവരുടെ എക്സ്ട്രാ ബാക്കി കാര്യങ്ങളിൽ, ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ഡ്രീമാണ് ഇവർക്കിതൊരു ഭാവിയിൽ ഒരു റെസിഡൻഷ്യൽ ആഫ്റ്റർ സ്കൂൾ ആക്കണം. അതായത് പേരൻസ് ഇപ്പോൾ ഒരു 1-2 ദിവസം ട്രാവൽ ചെയ്യുമ്പോഴോ അപ്പോൾ പക്ഷെ അത്രയും സേഫ്റ്റി ഇതിപ്പം ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ദിസ് ഇസ് എ സർവീസ് ബിസിനസ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പം ഞാൻ എടുക്കുന്ന സ്റ്റാഫാണെങ്കിലും കുട്ടികളോട് പാഷൻ ഉള്ളവരെ എടുക്കുകയുള്ളൂ. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിന്റെ കൂടെ കുറച്ച് പേരെ ചേർത്ത് നിർത്തണമെങ്കിൽ അവരും അതേ സ്വപ്നം കാണുന്നവരായിരിക്കണമല്ലോ. അപ്പോൾ അവരെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പ്രത്യേകിച്ച് കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ഇപ്പോൾ ഒരു ആയമാരെ നിർത്തിയാലും അവർക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇത് ഇങ്ങനെ മൊത്തത്തിൽ മിക്സ്ചറായിട്ട് ആളുകളെ കണ്ടെത്തുന്നത്? അതെ, ആയമാരെ പൊതുവെ എടുക്കുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചാൽ മതി, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതൊന്നും കുഴപ്പമില്ല, ഞാൻ അവിടെ വിട്ടിട്ട് വരും എന്ന് പറഞ്ഞാൽ ഞാൻ കൺസേൺഡ് ആണ്. കാരണം നമ്മുടെ കുട്ടികളെ നമ്മൾ എത്ര സൂക്ഷിക്കുന്നോ, ഞാൻ പറയുന്നത് സൂക്ഷിക്കുന്നതിനേക്കാൾ ഒരു പ്രയോറിറ്റി നമ്മൾ എത്ര കൊടുക്കുന്നോ എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പൊതുവെ ഞാൻ ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ ഇവിടെ അത് വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കുട്ടികൾ പുറമേ ഉള്ള രാജ്യങ്ങളിൽ പോയാൽ വർക്ക് ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത്, അല്ല സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം ആണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെയും ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജിനടുത്താണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികളെയാണ് മെയിനായിട്ട് PG ചെയ്യുന്ന കുട്ടികളെ. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ സിലബസുമായിട്ട് അപ്ഡേറ്റഡും ആയിരിക്കും. ദെൻ അവർ ഭയങ്കര പഠിപ്പിക്കാൻ, അതായത് അവർക്കൊരു, ഞാൻ കണ്ടിട്ടുള്ളത് എക്സ്പെഷ്യലി ഈ ലോയോള കോളേജ് ഇങ്ങനത്തെ കുട്ടികൾ, യൂണിവേഴ്സിറ്റി കോളേജ് CET-യിൽ പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്കൊരു പഠിപ്പിക്കാനുള്ളൊരു സ്കില്ല് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പിന്നെ നമ്മളും കൂടി ട്രെയിൻ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ബാക്കി സെൻറ്റേഴ്സിലും ഇപ്പോൾ UPSC കോച്ചിങ് ചെയ്യുന്ന കുട്ടിയായിരിക്കും, അവർക്കൊരു ഇൻകം. അതാണ് എൻ്റെ മെയിൻ മോട്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ളവർ. അപ്പോൾ ഈ 2 പേരെയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ സിസ്റ്റം വളരെ സ്മൂത്തായിട്ട് പോകും. പിന്നെ ഏറ്റവും വലിയ കാര്യം, എൻ്റെ കൂടെ നിൽക്കുന്നവർ, എനിക്ക് സ്റ്റാഫ് എന്ന് പറയുന്നത് പോലും, ഞാൻ ആ വേർഡ് പോലും യൂസ് ചെയ്യുന്നതിനോട് എൻ്റെ കൂടെയുള്ളവർ എനിക്ക് യോജിപ്പില്ല. ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത്, ഇവിടെ ആരും മാം, എൻ്റെ പോളിസി ഇവിടെ ആരും ഓണറും അല്ല, ആരും സ്റ്റാഫും അല്ല, എല്ലാവർക്കും ഞങ്ങളുടെ സ്ഥാപനമാണ്. അങ്ങനെയാണ് ഞാൻ ഇവരോടൊക്കെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളവരെയാണ് ഞാൻ കൂടെ കൂട്ടുന്നത്. അപ്പൊ അതിന്റെ ഗുണം തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് മുഖങ്ങളിൽ ചിരി പടർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പഠിപ്പിക്കുന്നവരെ ആയാലും കൊണ്ടേൽപ്പിക്കുന്ന രക്ഷകർത്താക്കളുടെ മുഖത്താണെങ്കിലും കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും ആർക്കും ഒരു നെഗറ്റീവ് ഫീൽ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു കുഞ്ഞവിടെ വന്നു കഴിഞ്ഞാൽ, അത് എത്ര വയസ്സുള്ള ആണെങ്കിലും ആയിക്കോട്ടെ, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലുള്ള, നേരത്തെ പറഞ്ഞു പോഷകാഹാരം കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഹോംലി, നമ്മൾ
ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള അത് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അല്ലെങ്കിൽ ആ പ്രൊസീജിയർ എന്തായിരിക്കും അവരുടെ പോകുന്നവരെയുള്ള? ഇവര് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് വരും, വന്നു കഴിഞ്ഞ് നമ്മൾ പിക്ക് ചെയ്യുന്ന ഓപ്ഷൻസും ഉണ്ട്. അതായത് സ്കൂൾ ബസ്സിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് പിക്ക് ചെയ്യും, സ്കൂൾസിൽ നിന്നും പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് അവർ ജസ്റ്റ് ഒന്ന് കൈകാൽ മുഖമൊക്കെ കഴുകും, ഫ്രഷ് ആവും, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കും. ഒരു വിശന്ന വരുന്നത് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്ത് എക്സാം ടൈം ആണെങ്കിൽ ഫുഡ് മെയിൻ ആയിട്ട് ഇപ്പം ഇന്ന് ചപ്പാത്തിയും കറിയാണ്, നാളെ ദോശയും സാമ്പാറാണ്. ഇപ്പം നമുക്കൊരു മെനു ഉണ്ട്. പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളുടെ അറിയാമല്ലോ. ഇപ്പം നൂഡിൽസ് ഒന്നും ഞാൻ മറ്റേ മാഗി പോലത്തതല്ല, സാധാരണ നൂഡിൽസിൽ മാക്സിമം വെജിറ്റബിൾസ് കഴിപ്പിക്കും. ഇപ്പോൾ പേരൻസ് തന്നെ പറയുന്ന ഇവിടെ വന്നാൽ പരാതി പറയില്ല, അവർ കഴിച്ചോളും, കാരണം ഞാൻ കഴിക്കാതെ വിടില്ല. എല്ലാവർക്കും സെപ്പറേറ്റ് ടിഫിൻ ബോക്സ് ഉണ്ട്, അതിനകത്ത് ഇവർ ഫുഡ് എടുത്ത് വയ്ക്കും. അപ്പോൾ ആ ടിഫിൻ ബോക്സ് നമ്മളെ കാണിക്കണം. അപ്പോൾ അപ്പം, കടല, ഇപ്പോൾ ഇടിയപ്പം, സ്റ്റൂ, കഴിവതും അങ്ങനെ. ആകെ യൂസ് ചെയ്യുന്ന ഒരു ജങ്ക് എന്ന് പറഞ്ഞാൽ ബ്രെഡും ജാമുമാണ്. അത് അവർക്ക് ഒരു ദിവസം ഫ്രീ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെ കഴിക്കും. പിന്നെ ഗോതമ്പ് ദോശയിൽ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഒരു സ്റ്റഫ്ഡ് പറാത്ത മാതിരി. അപ്പോൾ ഇവർക്ക് ആ സമയത്ത് എനിക്കറിയില്ല, എൻ്റെ കുട്ടികൾ കഴിച്ചോളും, അവർക്ക് അതിനകത്തൊന്നും ഒരു ആരും നോ പറയില്ല. അങ്ങനെ കഴിവതും നോ പറയാൻ ഞാൻ സമ്മതിക്കില്ല. സ്വയം പര്യാപ്തതയുടെ കാര്യത്തിൽ ഈ പാത്രം കഴിക്കലും ഒക്കെ ഉണ്ടോ? സ്വന്തമായി പാത്രം കുഞ്ഞു കുട്ടികളല്ലേ, കഴിക്കില്ല. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ ഈ ബാഗ് എടുത്ത് വെക്കുന്നത്, പഠിച്ചു കഴിഞ്ഞിട്ട് അടുക്കി പറക്കി വെച്ചേ പറ്റുള്ളൂ. അത് ഞാൻ നിർബന്ധമാണ്. ഞാൻ പറയും ബാഗ് വലിച്ചിടരുത്. അപ്പോൾ പേരൻസ് പറയാറുണ്ട് വീട്ടിലും അവരതുപോലെയാണ് ചെയ്യുന്നത്. എനിക്ക് എന്താ പറയുക, 100% എൻ്റെ കുട്ടികൾ, എൻ്റെ ആഗ്രഹം ഫ്യൂച്ചറിൽ ഇവരെല്ലാം ഇതുപോലെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് കൊടുത്താലും അവരെ അത് വായിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എഴുതാൻ പറയും. സോ നമുക്കറിയാൻ പറ്റും ആ കുട്ടിക്ക് എന്താ അറിയാം, എന്നിട്ട് നമ്മൾ പഠിപ്പിച്ചാൽ മതി. ഇല്ലെങ്കിൽ അതൊരു റെപ്പറ്റീഷനാണ്, കുട്ടികൾക്ക് ബോറിംഗ് ആവും. പിന്നെ സാറ്റർഡേയ്സ് ഞങ്ങൾ എക്സ്ട്രാ റിവിഷൻ ക്ലാസ്സസ് വയ്ക്കും. വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വിടുന്ന കുട്ടികളും ഉണ്ട്. പേരൻസ് വന്ന് പിക്ക് ചെയ്യും. 7 മണി വരെ, 6:37 അതുവരെ ഞങ്ങളുണ്ടാവും. ഓക്കെ. ഞാൻ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ ഇതൊരു പരസ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ബ്ലൂമിൻഡേലിന്റെ കാര്യം പറയാൻ വേണ്ടി മാമിനെ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വരണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച്, പബ്ലിസിറ്റി വലിയ താല്പര്യം ഇല്ലാത്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ആളുകളിലേക്ക് എത്തിക്കുന്നത്? ഈ കേട്ടറിഞ്ഞ് അങ്ങനെ തന്നെയാണ്? അത്രയേ ഉള്ളൂ. കാരണം പബ്ലിസിറ്റി ഇഷ്ടമല്ല എന്നുള്ളതല്ല, ഞാൻ കുറച്ച് അങ്ങനെ പബ്ലിസിറ്റി, എനിക്ക് ഗോഡ്സ് ഗ്രേസ്, എനിക്ക് കുട്ടികളെ അഡ്മിഷൻസ് വരുന്നുണ്ട്, പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ ഉള്ള പേരൻസ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ തന്നെ നെയ്ബേഴ്സ് ഉണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ലാസ്റ്റ് ടൈം മാരത്തോൺ ആണെങ്കിൽ ഞങ്ങളൊരു ചിയർ സോൺ ചെയ്തിരുന്നു. അതെല്ലാം ഞങ്ങളുടെ പഴയ പേരൻസ് ഞങ്ങൾക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും അവർ ഓർത്തിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് വരാമെന്ന് വെച്ചാൽ മൺഡേ എന്ന് പറഞ്ഞാൽ 3 to 7 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹെക്റ്റിക് 2 days കഴിഞ്ഞ് കുട്ടികൾ വരുന്ന കുറേ പണികളുണ്ട്, ഇവരുടെ ഫയലെല്ലാം റെഡിയാക്കുക. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യമാണ്. പക്ഷെ എന്തായാലും നന്നായി നടന്നു പോകുന്നത് കൊണ്ട്, കോവിഡിലൊരു വലിയ വീഴ്ച വന്നിരുന്നു, ഇപ്പം ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് കയറുന്നുണ്ട്. അപ്പം അതാണ് മെയിൻ കാര്യം. പിന്നെ ഒരു കാര്യം വെച്ചാൽ, നമ്മൾ പുറമേ ആരെങ്കിലും ഇപ്പോൾ ഫ്രാഞ്ചൈസി പോലെ അങ്ങനെയൊക്കെ ഞങ്ങൾ കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആകെയുള്ള കൺസേൺ ഇതിൻ്റെ എസൻസ് പോകരുത്. ഇപ്പം ഒരു ട്യൂഷൻ ക്ലാസ്സായി മാറുകയോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആദ്യം ഫ്രീഡം ഓഫ് ഒരു എക്സ്പ്രഷൻ വേണം, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഫ്രീഡം വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി സെൽഫ് സഫീഷ്യൻ്റ് ആവും. തീർച്ചയായിട്ടും. ഈ